നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. ഇന്ന് നമ്മുടെ ചെണ്ടുമല്ലി എങ്ങനെയാണ് ഫസ്റ്റ് അതിൻ്റെ തല മുറിക്കലെന്ന് കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇന്നല്ല നാളെയാണ് ചെയ്യേണ്ടത്. അതായത് തിങ്കളാഴ്ചത്തെ ഡേറ്റിന് 22-ാം തീയതിക്ക് ചെയ്യാനുള്ളതാണ് ഇന്ന് വീഡിയോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ച കുറച്ച് ചെടികളുണ്ട്. ആ ചെടികളിൽ ഒരു ചെടിയുമ്പോൾ കാണിച്ചു തരികയാണ്. ഇനി ആ വീഡിയോ ഇതിലേക്കൊന്ന് ക്ലോസ് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ 2 ചെറിയ ഇലകൾ കാണാം. ഇതിലെ ഇലകൾ കാണാം. ഇതാണ് ബീജപത്രിയായിട്ട് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞെടുക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ വേര് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് വേര് വന്നിട്ട് തണ്ടിലൊക്കെ വേര്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇനി മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 1-ാമത്തെ തട്ട്, ഇത് 2-ാമത്തെ തട്ട്, ഇത് 3-ാമത്തെ തട്ട്. ഈ 3 തട്ട് അതിൻ്റെ മേലെ നിൽക്കണം. ബീജപത്രി ഉൾപ്പെടെ 3 തട്ട് അതിൻ്റെ മേലെ നിൽക്കണം. ഇനിയാണ് ഇത് മുറിക്കേണ്ടത്. ഈ മുറിക്കുമ്പോൾ മേലെ എത്ര തട്ടുണ്ട് എന്നുള്ളതൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ 3 തട്ട് അതുമ്മ നിൽക്കണം. മഴയില്ലാത്ത സമയത്ത് മുറിക്കണം. ഇത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും അത് തണ്ടിലൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നിങ്ങൾ മഴയില്ലാത്ത ദിവസം കണക്കാക്കിയിട്ട്, ഇപ്പം ഇന്ന് വൈകുന്നേരം മുറിക്കുന്ന ആളുകൾക്ക് ഇന്ന് രാത്രി മഴ പെയ്യില്ല നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കാം. അല്ല നാളെ രാവിലെ മുറിക്കാം, നാളെ ഉച്ച. ഏറ്റവും നല്ലത് നല്ല വെയിലുള്ളപ്പോൾ മുറിക്കുന്നതാണ്. എനിക്ക് വെയിലുള്ളപ്പോൾ സമയമില്ല എന്ന് നിങ്ങൾ പറയരുത്. വെയിലുള്ളപ്പോൾ എനിക്ക് ആ സമയത്താണ് മുറിക്കേണ്ടത്. ആ സമയത്ത് മുറിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നൊന്നും തേക്കേണ്ട. അല്ലെങ്കിൽ മുറിച്ചുടനെ സാഫ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നൊന്ന് സ്പ്രേ ചെയ്യണം, നന്നായിരിക്കും. ഇനി മുറിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് നമ്മളെ സാധാരണ ബ്ലേഡ്, ചെറിയ ഷേവിങ് ബ്ലേഡിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തത്. അത് ഉപയോഗിച്ച് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മുറിക്കണം. മുറിക്കുമ്പോൾ ഒന്ന് ചെരിച്ച് മുറിക്കണം. ചെരിച്ച് മുറിക്കാൻ പറയുന്നത് വെള്ളത്തുള്ളികൾ അഥവാ പെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് സ്ലിപ്പായി പോകാൻ വേണ്ടിയിട്ടാണ് ചെരിച്ച് മുറിക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 3 തട്ട് നിർത്തിയിട്ട് ഇതിലേക്ക് ഒന്ന് കാണിക്കട്ടെ. മുറിക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുക്കുക. 3 തട്ട് കഴിഞ്ഞു. 3-ാമത്തെ തട്ടിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇവിടെയാണ് ഞാൻ മുറിക്കാൻ പോണത്. ഇവിടെ കാണുന്നുണ്ടാവും. ചെരിച്ചിട്ട് ഒരു ചെരുവിൽ ഞാനത് മുറിച്ചു. മെല്ലെ മുറിക്കുന്നത് കാണിക്കുകയാണ്. മുറിച്ചു. ഇതാണ് നമ്മൾ മുറിച്ചെടുത്തത്. ഇനി ഈ മുറിച്ചെടുത്ത ചെടി തലപ്പ് നിങ്ങൾ കളയണ്ട, അതൊന്ന് കാണിച്ചു കൊടുക്കാം. മുറിച്ചെടുത്ത ചെടിയുടെ ഈ തണ്ടിൻ്റെ, ഈ നീളം കൂടിയ തണ്ടിൻ്റെ ഭാഗം കുറച്ച് ഞാൻ മുറിച്ച് കളയാണ് കേട്ടോ. കുറച്ച് ഞാൻ മുറിച്ച് കളഞ്ഞു. ഇത് നോക്കുക, ഒരു ഇലഞ്ഞെട്ടിയുടെ സെറ്റ് ഇവിടെ ഉണ്ട്, 2-ാമത്തെ ഇലഞ്ഞെട്ടിയുടെ സെറ്റ് ഇവിടെ ഉണ്ട്, 3-ാമത്തെ ഇലഞ്ഞെട്ടിയുടെ സെറ്റ് ഉണ്ട്. ഇത് ഇത്ര വളർന്ന ആളുകൾ, ഇത്രയും വളരാത്ത ആളുകൾ ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ ചെടിയിൽ 3 തട്ട് അവിടെ നിർത്തുക. ബാക്കി എത്രയാണെങ്കിൽ മുറിക്കുക. ചിലപ്പോൾ ഒരു തട്ടേ ഉണ്ടാവുള്ളൂ മുകളിലേക്ക്, അത് മുറിച്ചോളൂ. 4 തട്ടുള്ള ആൾക്കാരും മുറിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ മുറിച്ചു. ഇതെന്ത് ചെയ്യണം വെച്ചാൽ നോക്കുക, ഈ ചട്ടിയിൽ തന്നെ ഞാൻ വെറുതെ വെക്കുകയാണ്. ഒരു ചെറിയ, അതിലേക്കൊന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ കുഴി ഉണ്ടാക്കി, കത്തി കൊണ്ടോ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി, ആ കുഴിയിലേക്ക് ഇതിൻ്റെ ഈ സ്ഥലം, ഈ 2 ഇലഞ്ഞെട്ട് വരുന്ന സ്ഥലം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് കത്രിക കൊണ്ട് തന്നെ അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഇറക്കി, അതിൻ്റെ ഉള്ളിലേക്ക് സൈഡൊക്കെ ഇറക്കി മണ്ണൊന്ന് നന്നാക്കി കൊടുത്തു. ഇനി ഒന്ന് നനയ്ക്കുക. അപ്പോൾ നോക്കുക, ഇതൊരു പുതിയ ചെടിയായി മാറി. കാരണം നമ്മളിത് മുറിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ ചെടിയായി മാറി. ഇനി സംഭവിക്കുക എന്തറിയോ, ഇത് 3 തട്ടില്ലേ, 3 തട്ടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും മിനിമം 6 മുതൽ 10-ലേറെ പൊടിപ്പുകൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങും. ഈ ബ്രാഞ്ച് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, മുറിച്ച ഉടനെ അവിടെ നിങ്ങൾ വെയിലത്ത് മുറിക്കുക. ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് അല്ലെങ്കിൽ സുഡോമോണസോ എന്തെങ്കിലും തളിച്ചു കൊടുക്കാം. മഴയില്ലാത്ത സമയത്ത് മുറിക്കാൻ നോക്കുക. മുറിച്ച അന്ന് ഒരു വളവും കടക്കിലോ അതേപോലെ ഇലയുടെ മേലോ സ്പ്രേ ചെയ്യരുത് കേട്ടോ. വളരെ ശ്രദ്ധിക്കുക, ഇല പൊള്ളി പോവും, തണ്ട് ചീഞ്ഞു പോവും. അപ്പോൾ മുറിക്കുന്നത് മഴയില്ലാത്ത സമയത്തായിരിക്കണം. ഇതാണ് ഫസ്റ്റ് നമ്മളെ തലപ്പ് നുള്ളൽ എന്ന പരിപാടി. ഒരു ചെടിയുമേ ഞാൻ 3 തട്ട് കഴിഞ്ഞിട്ടാണ് മുറിച്ച് 3 തട്ട് നിർത്തി. നിങ്ങൾക്ക് സാധാരണ ഞാൻ 2 തട്ടിൽ മുറിക്കാറുണ്ട് കേട്ടോ. ചെടി ചെറുതാണെങ്കിൽ 2 തട്ട് വെച്ച് മുറിക്കും. 3 തട്ട് അതിൻ്റെ മേലെ നിർത്തി ബാക്കിയുള്ള തലപ്പ് ഞാൻ മുറിച്ചെടുത്ത ആ ഭാഗം പുതിയ ചെടിയായിട്ട് കുഴിച്ചിട്ടു. ഈ കുഴിച്ചിടുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ചെടി കേട് വന്ന് പോയിട്ടുണ്ട്, ഒരു ചട്ടിയിൽ ചീഞ്ഞിട്ടോ അഴുകിയിട്ടൊക്കെ ഒരു ചെടി കരിഞ്ഞു പോയിട്ടുണ്ട്, നാശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ചെടി കുഴിച്ചിടരുത്. കാരണം ആ ചെടി വീണ്ടും അവിടെ നിന്ന് ചെയ്യും. കാരണം അവിടെ ഫംഗസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരു സ്ഥലത്ത് ഒരു വരമ്പത്ത് കുറേ ഇങ്ങനെ മുറിക്കുന്ന തലപ്പുകളെല്ലാം കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട്, ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നിറയെ വേര് പൊട്ടാൻ തുടങ്ങും ഇതിൻ്റെ അടിയിൽ. അങ്ങനെ നിങ്ങൾക്ക് നല്ലോണം വേര് പൊട്ടി തോന്നുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ആ അടിയത്തെ മണ്ണോടുകൂടി ഇളക്കി ഈ തലപ്പന്നെ വീണ്ടും ഇളക്കിയെടുത്ത് നിങ്ങൾക്ക് പുതിയൊരു ചെടിയായിട്ട് വലിയ ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, റീപോർട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ തന്നെ ഇവിടെ വെക്കണമെങ്കിലും വെക്കാം.
ഇതാണ് നമ്മളുടെ തല മുറിക്കലിൻ്റെ പരിപാടി. ബ്ലേഡാണ് ഏറ്റവും നല്ലത്. കത്രിക കൊണ്ടാവുമ്പോൾ എന്താ കുഴപ്പമെന്നാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്. കത്രിക കൊണ്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുറിച്ചു. ഇനി ഇതിന് ഇന്നും ഒരു വളമില്ല വെള്ളമില്ല ഒന്നും കൊടുക്കില്ല. മഴ പെയ്താൽ ഈ മുറിച്ചുടനെ മഴ പെയ്താൽ ഈ തണ്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇത് പിളർന്നു പോവും, ചീഞ്ഞു പോവും. അപ്പോൾ മഴയില്ലാത്ത സമയം കണക്കാക്കി വയ്ക്കുക. നമ്മളുടെ അംഗങ്ങളെ എല്ലാവരും എന്ന് നട്ടതാണെങ്കിലും ഏത് ദിവസം നട്ടതാണെങ്കിലും, ഇപ്പോൾ ഇന്നലെ നട്ട വലിയ ചെടികൾ കാണിച്ച ആൾക്കാരുണ്ട്, മിനിഞ്ഞാന്ന് നട്ടിട്ട് ആൾക്കാരുണ്ട്, 8 തീയതി 10 തീയതി 11 തീയതി നട്ട ഏത് രീതിയിൽ നട്ട ആളുകളാണെങ്കിലും, പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നട്ട ഇന്നലത്തെ നട്ട ആളുകളും അതിൻ്റെ 2 അല്ലെങ്കിൽ 3 തട്ട് ചെടിയുമ്പോൾ നിർത്തുക. ബാക്കിയുള്ള മുറിച്ചുകൾ എല്ലാവരും യൂണിഫോം ആയിട്ട് ചെയ്യുക കേട്ടോ. ഇനി വളർച്ച കുറവുണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ മുറിച്ചാൽ മതി. വളർച്ച കുറവുള്ള ആളുകൾ ഒരു ദിവസം കൂടി വളം കൊടുത്തിട്ട് നിങ്ങൾ അധികം നീട്ടി വെക്കേണ്ട, തലപ്പ് മുറിക്കുക. വളരെ നേരത്തെ നട്ട ആളുകൾ, ഇപ്പോൾ കുറേ കൊമ്പിൻ ജില്ലകളും വന്ന ആളുകളുണ്ടാവും, അവരും അതിൻ്റെ ആ ബട്ട് തലപ്പുകൾ, ഇപ്പോൾ അവർക്ക് തലപ്പുകളൊക്കെ കുറേ വന്നിട്ടുണ്ടെങ്കിൽ ആ തലപ്പ് ഭാഗവും മുറിച്ചെടുത്തിട്ട് ചെടിയാക്കി കുഴിച്ചിടാം, അല്ലെങ്കിൽ മുറിച്ച് മാറ്റാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടാകും തോന്നുന്നു. ആ ക്യാമറ ഒന്നുകൂടെ ഈ മുറിച്ച ഈ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിൽ ചെരുവിൽ മുറിച്ചതൊന്ന് കാണിച്ചു കൊടുക്കുക. ചെരുവിലാണ് ഇത് മുറിച്ചിട്ടുള്ളത്. അതിൻ്റെ കഷ്ണം ഇവിടെ നട്ടിട്ട് കൊണ്ടിട്ട് ഈ ചട്ടിയിൽ തന്നെ നടണ്ട, നിങ്ങൾ വേറെ ചെടിയായിട്ട് നിങ്ങൾക്ക് നട്ട് പിടിപ്പിക്കാം. അപ്പം നമ്മൾ എല്ലാവരും ജൂൺ 22-ന് നിങ്ങളുടെ ചെടിയുടെ ഫസ്റ്റ് തലപ്പ് നുള്ളൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്